ഒലക്ക സേവിങ്സ് ഒക്കെ ഞമ്മടിച്ച് തീർത്തു. ചാർലി സിനിമയിൽ പോലെ വെള്ള കുതിരയുടെ പുറത്തൊക്കെ വന്നു. അവർ അഡ്വാൻസ് ഉണ്ടാക്കട്ടെ, അല്ലാതെ എന്നെ നോക്കി നിൽക്കണം എന്തിനാ? ഞാൻ കൊടുക്കില്ല ഒറ്റ പൈസ. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് കല്യാണത്തിനെ കുറിച്ച്. ഞാൻ കൂടുതലും എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചിക്ക് എത്ര വയസ്സായി, കല്യാണം ഒന്നും നോക്കല്ലേ, കണ്ട അവർ കല്യാണം കഴിച്ച് ഇങ്ങനെ നടന്നോ, ഇതൊന്നും കാണുന്നില്ലേ, കൂടെ പഠിച്ചവർക്കൊക്കെ 2 പിള്ളേരായല്ലോ. പിന്നെ കുറച്ച് റീൽസൊക്കെ എനിക്ക് അയച്ചു തരും. ഇപ്പോൾ റീസെൻ്റ് അയച്ച് ലോക സിനിമയിൽ നെസ്ലിൻ കല്യാണിനോട് ചോദിക്കുന്ന ഒരു ഇതുണ്ട്, എത്ര വയസ്സുണ്ട്? അപ്പോൾ പുള്ളിക്കാരി നല്ല പ്രായമുണ്ട്, കണ്ടാൽ പറയില്ല. ഇതൊക്കെ എനിക്ക് അയച്ചു തരും. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കാണുന്നവർ പറയും ഇത്ര വയസ്സുണ്ടെന്ന് അറിയില്ലായിരുന്നു, കണ്ടാൽ പറയില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എൻ്റെ വയസ്സ് കൂട്ടി പറയണതാണെങ്കിലും ഉള്ള വയസ്സ് പറയണതാണെങ്കിലും അതിലൊരു കൂട്ടി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് എൻ്റെ വയസ്സ് പറയാൻ, അല്ലെങ്കിൽ എൻ്റെ വയസ്സ് കൂട്ടി പറയാൻ. അതിന് ഞാൻ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. സ്വഭാവം കൊണ്ട് കള്ള വൈബാണ്. സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ പറയില്ലേ, എനിക്ക് ഈ വെറുതെ ഈ ലൈറ്റ് ഫാനൊക്കെ കിടന്ന് കറങ്ങാൻ എനിക്ക് തലക്ക് ഭ്രാന്ത് കയറും. പിന്നെ ഈ ഇപ്പോഴത്തെ പാട്ടുകൾ, ഞാൻ കൂടുതലും പഴയ പാട്ടുകൾ കേൾക്കാം, പഴയ സിനിമകൾ കാണാൻ അങ്ങനെയുള്ള ഒരാളാണ്. ഇതൊക്കെ തള്ളവൈബ് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, പോട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ കല്യാണത്തിന് കാണുന്നത് എല്ലാവരെയും പോലെ ഒരു പ്രായത്തിൽ കല്യാണം, കുടുംബം, കുട്ടികൾ, ഇതൊക്കെ സ്വപ്നം കണ്ട ഒരാളാണ്. എനിക്ക് എല്ലാത്തിനും ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നു. അതായത് ഞാനിങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. ഞാൻ ഈ അടുത്ത് കുറച്ച് ബുക്കുകൾ വിൽക്കാനെടുത്തപ്പോഴേക്കാണ് ഞാൻ കണ്ടത്, ഞാൻ അതിൽ എഴുതി വെച്ചേക്കാണ് സേവ് ദ ഡേറ്റ്. എൻ്റെ സേവ് ദ ഡേറ്റൊക്കെ എങ്ങനെ വേണമെന്ന് ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാട്ടോ ഞാൻ. ഇങ്ങനെ വേണം അങ്ങനെ വേണം, അല്ലാതെ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ട് ബീച്ചിൽ ഒരു കസാലയിലിരുന്ന് എല്ലാവരും എടുക്കുന്ന പോലത്തെ ഫോട്ടോസൊന്നും എനിക്ക് വേണ്ട. അങ്ങനത്തെ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഈ അത് ഞാൻ പറയണില്ല, ചാർലി സിനിമയിൽ പോലെ വെള്ള കുതിരയുടെ പുറത്തൊക്കെ വന്നു. അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്ന ഒരാളാണ് എല്ലാത്തിനും. ഇപ്പോൾ ഫോട്ടോഗ്രാഫർക്ക് ഇത്ര രൂപയാവും, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇത്ര രൂപ കൊടുക്കേണ്ട വരും, അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട്. എത്ര ദിവസത്തെ കല്യാണം വേണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു പോയിന്റിലെത്തിയപ്പോൾ ഈ ചിന്തകളൊക്കെ മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ വയസ്സ് കൂടുതലുണ്ട്, അതനുസരിച്ച് എൻ്റെ സാമ്പത്തികം കൂടുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ചോദിക്കണവർക്ക് ചോദിച്ചാൽ മതി. അങ്ങനെ ആരും എൻ്റെ കല്യാണ ചോറ് ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. വേറെ ഒന്നും കൊണ്ടല്ല, ജീവിക്കാൻ പോകുന്നത് ഞാനാണ്, അല്ലേ? ജീവിക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ 10 പേരെ കാണിക്കാൻ വേണ്ടി 5 ദിവസത്തെ കല്യാണം എൻ്റെ അപ്പനും അമ്മയും ഇത്ര നാൾ സമ്പാദിച്ച കാശ് എടുത്തിട്ട് കെട്ടാൻ പോണതിന് ശ്രീധനമൊന്നും പറഞ്ഞ് തള്ളി കൊടുക്കണം. അതേപോലെ തന്നെ 10 പേരെ കാണിക്കാൻ വേണ്ടി നല്ല കല്യാണം നടന്നത് എനിക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ കല്യാണത്തിന് ആന വേണം, ചേമ്പ് വേണം, ചേന വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴത്തെ ഞാൻ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഞാനെന്ന് വെച്ചാൽ അത് ഞാൻ വർക്കിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു മനസ്സിലായി. കാരണം തന്നെ വർക്കിന് ഇപ്പം എല്ലാവരും ചോദിക്കുമോ ഇത്ര നാൾ വർക്ക് ചെയ്തോ, അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടാവും, ഒലക്ക സേവിങ്സ് ഒക്കെ ഞമ്മടിച്ച് തീർത്തു. പക്ഷെ ഞാൻ തിരിച്ചു പറയണ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ പണിക്ക് പോയ അത്രയും കാലം എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിച്ചത്. ഇഷ്ടമുള്ള പോലെ ജീവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വേണോ, നല്ല ഡ്രസ്സ് വേണോ, അതൊന്നും ഇപ്പോഴും കാശ് നഷ്ടമായെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഞാൻ വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചു. ഇപ്പം എനിക്ക് ഇന്നത് വേണമെന്ന് തോന്നിയാൽ വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, ഞാൻ ചെയ്യും. മനസ്സിലായി? ഞാൻ ഇടയ്ക്ക് ഇപ്പം അമ്മ എന്നെ ചോദിക്കുമ്പോൾ എന്തോരം കാശായി വെറുതെ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കളയണം. അതായത് ഈ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഫുഡ് മെയിനായിട്ട്. ഇന്നലെയും കൂടി ചോദിച്ചു. കാരണം ഞാൻ തന്നെ വിചാരിക്കും ഈ സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഇത്ര ഓർഡർ ചെയ്യുന്ന ഒരാളുണ്ടാവുമെന്ന്, സീരിയസ്ലി. അപ്പം ഞാനപ്പോൾ അച്ഛനോടായാലും ഞാൻ പറയും, ഞാൻ ഇപ്പം നമ്മുടെ പാരൻസൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്നൊരു പച്ചവെള്ളം പോലും കുടിക്കാതെ അത്രയും പൈസ പോലും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് സേവ് ചെയ്ത് നമുക്ക് വേണ്ടി വെക്കണതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കണമെങ്കിലായിക്കോട്ടെ, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിലായിക്കോട്ടെ, എന്തും എനിക്ക് വേണ്ടത് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാനത് വേറെ ആരോ, അച്ഛനായാൽ പോലും അവരുടെ മുമ്പിൽ പോയി ചോദിക്കല്ല വേണ്ടത്, ഞാൻ ഉണ്ടാക്കണം. നാളെ എൻ്റെ മക്കൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ, അവർക്ക് ആന വേണമെങ്കിലും ചേന വേണമെങ്കിലും അവർ അഡ്വാൻസ് ഉണ്ടാക്കട്ടെ, അല്ലാതെ എന്നെ നോക്കി നിൽക്കണം എന്തിനാ? ഞാൻ കൊടുക്കില്ല ഒറ്റ പൈസ, സീരിയസ്ലി ഞാൻ കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര കാഴ്ചപ്പാടുണ്ട്. അതായത് ഇപ്പോൾ കല്യാണം കഴിക്കണമെങ്കിലായാൽ പോലും ഒരു പെൺകുട്ടി അമ്മയാവണമെങ്കിൽ പോലും ആദ്യം അവൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അല്ലാതെ 10 പേരെ കാണിക്കാൻ വേണ്ടി ആൾക്കാർ പലതും പറയും. കല്യാണം കഴിയുമ്പോൾ തന്നെ മോളെ വിശേഷം ആയില്ലേ മോളെ, അത് ആയിക്കഴിഞ്ഞാലോ ഇപ്പോഴത്തന്നെ 2 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പോൾ പൊക്കി പറയണോട് നാളെ താത്തി പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്, നമ്മുടെ തീരുമാനം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇക്കാലത്ത് നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിലയില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം, പഠിക്കണം. മീൻസ് ഞാൻ പറയണത് മറ്റേ MBBS എടുക്കണ കാര്യമൊന്നുമില്ല. ഇപ്പോൾ
അറ്റ്ലീസ്റ്റ് ഒരു തയ്യലായാലും നമുക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള വകുപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ജീവിക്കാം, ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാം. ഞാൻ എൻ്റെ അച്ഛനെ പോലും ഇന്നത് വേണം എന്ന് പറഞ്ഞ് ചോദിക്കാൻ വരെ ഭയങ്കര മടിയും ഭയങ്കര കുറച്ചിലുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, മനസ്സിലായോ? എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഞാൻ ഇന്ന് പോയിട്ട് വർക്ക് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞ ആൾക്കാരാണ്. നാളെ എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അവർ പോയി പഠിച്ചു നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ നമ്മളപ്പോൾ അവർ നമ്മളുടെ അടുത്ത് വെച്ചേക്കുന്ന ട്രസ്റ്റ്, അവർ നമ്മളോട് വെച്ചേക്കുന്ന സ്നേഹത്തിൻ്റെ പുറത്താണ്. അപ്പം നമ്മൾ അത് മുതലാക്കാതെ ഇരിക്കുക, അങ്ങനെയായിട്ടാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ കല്യാണത്തെക്കുറിച്ച് എനിക്ക് ഇതുണ്ട്, ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ചില കുട്ടികൾ ഏറ്റവും വർക്ക് ചെയ്യണവർ പറയാറുണ്ട്, കുറച്ചാൾ ചേച്ചി എൻ്റെ വീട്ടിൽ വന്നേക്കും, ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കാം. അമ്മ പണിയെടുക്കാൻ പറയുമ്പോൾ ഞാൻ ചേച്ചിനെ കുറിച്ച് ഓർക്കും. കാരണം ശരിയാണ്, ഞാനൊരു ഇല പോലും മറിച്ചിടാറില്ല. എൻ്റെ വീട്ടുകാർ അങ്ങനെ ഒരു കാര്യത്തിൽ എന്നോട് നീ പെങ്കൊച്ചാണ്, വേറെ വീട്ടിൽ ചെന്ന് കയറേണ്ടവളാണ്, പണി ചെയ്ത് പഠിക്ക്, കുറച്ചാളുണ്ട് കെട്ടിച്ചു വിടണ്ടേ, ഇങ്ങനെ ഒന്നും പറയാറില്ല. എനിക്ക് ഇടയ്ക്ക് അത്ഭുതം തോന്നും, ഇത് ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ 10 രൂപ കാശ് വീട്ടിലൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ പണി എടുക്കണില്ല എന്നൊക്കെ ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയണമല്ല. അതൊക്കെ എൻ്റെ കുറവും കഴിവുകേടായിരുന്നോന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നും അറിയാത്ത ഞാൻ എങ്ങനെ കല്യാണം കഴിക്കണം ഗൈസ് പറയും. അവർ പിറ്റേ ദിവസം തന്നെ എന്നെ അടിച്ചിറക്കും, എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കും. എന്തിനാ? എന്നെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നത് വലിയൊരു പുണ്യപ്രവൃത്തി, അല്ലെങ്കിൽ ചില ആൾക്കാരെ പോലെ കുറേ മോശം ചിന്താഗതിയുള്ള മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അതായത് എൻ്റെ തൊണ്ട ഇടയ്ക്കിടയ്ക്ക് പോകണം. അതായത് ഒരു പെണ്ണ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അമ്മയാവണം, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാപമാണ്, കല്യാണം എന്ന് പറഞ്ഞാൽ പുണ്യമാണ്, അങ്ങനത്തെ ചിന്താഗതികളൊക്കെ കുറേ മാറാനുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര ഉള്ളൂ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും. ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ചില്ലെന്ന് വരും, മനസ്സിലായോ? ഞാൻ ഈവൻ എനിക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിക്കണത് കല്യാണം കഴിച്ച് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്നുവെച്ച് ലിവിങ് ടുഗദർ ഒന്നും അല്ലാട്ടാ. ഇപ്പം എങ്ങനെയാണ് പോകണേ അതേപോലെ ഇരുന്നോട്ടെ, ആളവിടെ ഇരുന്നോട്ടെ, ഞാനിവിടെ ഇരുന്നോട്ടെ, ഇടയ്ക്ക് പുറത്ത് പോകണോ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മ ഇങ്ങനെ ഇപ്പം എങ്ങനെയാണോ അങ്ങനെ, അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഫെയിലിയർ, എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ 100% കൊടുത്താലും ഞാനതിൽ ഫെയിലായി പോണ ഒരാളാണ്. ഇലക്ഷൻകാർ തന്നെയാണ് ഫെയിലായി പോകണതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പേടി അല്ലെങ്കിൽ ലോസ് ഓഫ് ഫിയർ ഒക്കെ എനിക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതായത് ആളവിടെ ഇരുന്നോട്ടെ, ഞാനിവിടെ ഇരുന്നോളാം, സന്തോഷമായിട്ടിരുന്നാൽ മതിയല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് മമതയാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആഗ്രഹങ്ങളുള്ളവനാണ് ദുഃഖങ്ങളുള്ളത്. എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ ഉണ്ടാവരുതെന്നല്ല, ആഗ്രഹങ്ങൾ വേണം. പക്ഷേ എൻ്റെ ഒരു കേസിൽ എനിക്കതില്ല. ഞാൻ ഈ പറയണത് മൊത്തം എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും മാത്രം കേട്ടോ. അല്ലാതെ ഞാൻ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വിചാരിക്കണത് ഞാൻ ഇങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഒന്നും ആഗ്രഹിക്കാറില്ല. അതായത് ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു, അത് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു നിന്നെന്ന് വരും, കെട്ടി നിന്നെന്ന് വരും, അത് പിന്നെ ഒഴുകും. അതേപോലെയാണ് എൻ്റെ ലൈഫ്. എനിക്ക് വരാനുള്ളത് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ആ ഒരു ഇതിൻ്റെ പുറത്തിരിക്കണം. അനുഭവം വരട്ടെ, എന്തായാലും അനുഭവിക്കാൻ കിടക്കണം. ഇത്രയും കാലത്തിൽ ഒരുപാട് അനുഭവിച്ചു, ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ കിടക്കണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ചില സമയങ്ങളിൽ ഇങ്ങനെ വിചാരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാണ് ഈശ്വരാ. അതേപോലെ ഇപ്പോൾ ആളുകൾ എന്നെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഒരു കാര്യം, കല്യാണം. ഞാൻ അത്ര വയസ്സൊന്നും അയച്ചില്ല, എനിക്ക് അത്ര വയസ്സൊന്നും അയച്ചില്ല. ഒരു 10-30 വയസ്സാകുമ്പോൾ വെയിറ്റ് ചെയ്യണം. 10-30 വയസ്സായിട്ടുള്ള 30ാമത്തെ ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിലാവും. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, പിന്നെ അങ്ങോട്ട് മൊത്തം ഞാൻ സാരി മാത്രം കൊടുത്ത് നടക്കും. ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം. അതല്ലാതെ അയ്യോ എനിക്ക് ഇത്ര എന്നെ പെണ്ണ് കേട്ടില്ല, ഇത്ര കല്യാണം വൈകി കഴിഞ്ഞാൽ ഞാൻ പ്രസവിക്കില്ല, അങ്ങനത്തെ ചിന്തയൊന്നും എനിക്കില്ല. എനിക്കിങ്ങനെ വയസ്സ് കൂടട്ടെ, വയസ്സ് കൂടുമ്പോഴും നമ്മളിങ്ങനെ ചെറുക്കോടെ അല്ലെങ്കിൽ ചെറുപ്പമായിട്ടിങ്ങനെ നടക്കട്ടെ. 10 പേര് കണ്ടാൽ പറയണം, കണ്ടാൽ തോന്നില്ല കേട്ടോ. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് എൻ്റെ വയസ്സൊരു പ്രശ്നമല്ല, ഞാൻ കല്യാണം കഴിക്കാത്തൊരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ വീട്ടുകാർ പോലും ഇത്ര ആലോചിക്കണില്ല. പക്ഷേ ബാക്കിയുള്ളവരാണ്. പക്ഷേ എൻ്റെ നാട്ടുകാരായ പോലും ഒരാളും എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണില്ല. പക്ഷേ കുറച്ച് പേരുണ്ട് ഈ ചോദിക്കുന്ന ആൾക്കാർ, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു മറുപടി അയച്ചല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തിനെക്കുറിച്ച് സംസാരിക്കണേ എന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കല്യാണത്തിനെക്കുറിച്ച് സംസാരിക്കുക. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കണ ഒരു കാര്യമായത് കല്യാണം ആയതുകൊണ്ട് എൻ്റെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പിള്ളേരെ കൂട്ടിയിട്ട് ചേച്ചിക്ക് എത്ര പിള്ളേർ വേണമെന്ന് ആഗ്രഹം, എനിക്ക് ഇത്ര പിള്ളേർ വേണമെന്ന് ആഗ്രഹം, ഇങ്ങനെയൊക്കെ പറയും.
അപ്പം ഞാൻ പറയും എനിക്ക് പിള്ളേർ വേണമെന്ന് ആഗ്രഹമില്ല. ഇത് ഞാൻ പറയുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല. അത് ഞാൻ അവരോടും പറയാറുണ്ട്. എൻ്റെ മുടി ഇടയ്ക്കിടയ്ക്ക് വന്നല്ലേ, പന്ന മുടി ഞാൻ ഇന്നലെ എണ്ണ ഇട്ടുകൊണ്ടാട്ടോ ഞാനിത് ആരും കാണാതിരിക്കാൻ പുറകോട്ടെ അപ്പം തട്ടികളാണ്. അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഭയങ്കര അതെൻ്റെ ഭയങ്കര ഓവറായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് എന്തുകൊണ്ടാണോ ഞാൻ സ്നേഹിക്കണവർ, ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമോ, അവരെന്തെങ്കിലും ഒരു ഏടാകൂടത്തിൽ പോയി ചാടുമോ, അവരെനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. അപ്പം നാളെ എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ, അതായത് ഞാൻ വേറെ ഒന്നല്ല, എൻ്റെ അപ്പനായാൽ പോലും വീട്ടിലൊരു എത്താനൊരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. ഒരു ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനുള്ള ഒരാളെ എനിക്ക് നാളെ ഒരു കുട്ടി ഉണ്ടായിച്ച് ഇപ്പം തന്നെ നടക്കണ ഒരു കാര്യം അറിയാമല്ലോ. പെൺപിള്ളേരും സേഫല്ല, ആൺപിള്ളേരും സേഫല്ല ഈ കാലത്ത്. ചിരിക്കുമ്പോൾ പല്ല് കാണിച്ചില്ലെന്ന് പറഞ്ഞാലേ തല്ലിക്കൊല്ലണ ഒരു കാലത്തേക്ക് എനിക്ക് പേടിയാണ് സീരിയസ്ലി. അങ്ങനെ ഒരാളെ കൊണ്ടെന്ന് അവരെക്കുറിച്ച് വേവലാതിപ്പെടാനും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ കെട്ടിയിട്ട് വളർത്താനൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളോട് ചിലപ്പോൾ ഞാൻ എൻ്റെ ചിന്താഗതി മാറുമായിരിക്കും കുറച്ച് ആളായപ്പോഴേക്കും. ഇപ്പോൾ എനിക്ക് ഒട്ടും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോഴേക്ക് മക്കാനെ തിന്നാൻ തോന്നുന്നുണ്ട്, എനിക്ക് എന്ത് തിന്നാൻ തോന്നുന്നു, എനിക്കിപ്പോൾ പോപ്കോൺ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്, മനസ്സിലായോ? അങ്ങനെ എനിക്ക് എപ്പോഴും ഇപ്പോൾ തിന്നണം കിടക്കണം പഠിക്കണം, ഇതൊക്കെ തന്നെ എനിക്കുള്ളൂ. ജോലി വാങ്ങിക്കണം, ഇനിയെങ്കിലും 10 രൂപ കാശ് മാറ്റി വെക്കാൻ നോക്കണം, എനിക്ക് ജീവിക്കണം. ഇതാണ് ഞാൻ എപ്പോഴും, നമുക്കെപ്പോഴും ഇല്ലേ എനിക്ക്, ഞാൻ, എൻ്റെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ മാത്രമാണ്. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മളെ കൊഞ്ചിക്കുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഓക്കെ ഞാൻ കൊള്ളാം, ഞാൻ സൂപ്പറാണ്, നമ്മളെ സ്നേഹിക്കുക, എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുത്തനെ പോയിട്ട് സ്നേഹിക്കാനും നോക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. ഞാൻ ആദ്യം ഇപ്പോൾ എനിക്ക് വെച്ച് വിളമ്പി കൊടുത്ത് എന്നെ ശുശ്രൂഷിക്കണതാണ് ഞാൻ. അപ്പോൾ ഏതെങ്കിലും കാലത്ത് എനിക്ക് കല്യാണം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാനിവിടെ വരും, ഞാൻ നിങ്ങളെ അറിയിക്കും. അതുവരെ എന്നോടത്ത് ചോദിക്കല്ലേ. ഓക്കെ, നിങ്ങളുടെ കാര്യം നോക്ക് ഗൈസ്, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വെറുതെ നാട്ടുകാരെ കാണിക്കാനായിട്ടും ഇപ്പോൾ പിള്ളേർക്ക് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സ്, നല്ല സാരി, കുറേ സ്വർണം, ഓഫ് എൻ്റെ പൊന്നെ എന്തൊക്കെയാണ്. ഇപ്പോൾ കുറേ മാറി കേട്ടോ. ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിലെ കല്യാണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കള്ള അങ്ങനെയൊക്കെ വേണം. നിങ്ങൾ ഒരു അവിടെ കല്യാണം നടത്തി വല്ല ഓർഫനേജിൽ എവിടെയെങ്കിലും പോയിട്ട് അവരുടെ ഒപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് അത് ഫുഡ് വിളമ്പി കൊടുത്ത് അവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുക, അതൊക്കെയാണ് 10,000 രൂപയ്ക്ക് നമ്മൾ അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു കൂട്ട് വേണം. ഞാൻ കല്യാണം കഴിക്കരുതെന്നല്ല കേട്ടോ, നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു കൂട്ട് വേണം. പക്ഷെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനം. അതല്ലാതെ ഒരാളെ പോയിട്ട് ഇറിറ്റേറ്റ് കെട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കല്യാണത്തിനെ കുറിച്ച്. ഓക്കെ, ബൈ.